നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോയാൽ കണ്ണൂർ കോർപ്പറേഷനിലെ സ്ഥിരം സമിതി അധ്യക്ഷ പദവി അടക്കമുള്ള കാര്യങ്ങളിൽ UDF-ൽ ഇപ്പോഴും ധാരണയായിട്ടില്ല. മേയർ പദവി വച്ചുമാറുന്ന കാര്യത്തിലും കോൺഗ്രസിലും മുസ്ലിം ലീഗിനുമിടയിൽ സമവായത്തിലെത്താനും സാധിച്ചിട്ടില്ല. കോർപ്പറേഷൻ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനായി ചേർന്ന UDF നേതൃയോഗത്തിൽ ഇരു കക്ഷികൾക്കുമിടയിൽ ധാരണ രൂപപ്പെട്ടില്ല. യോഗത്തിൽ ആദ്യ അജണ്ടയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ പദവിയാണ് പരിഗണിച്ചത്. 7 കമ്മിറ്റികളിൽ 3 വേണം എന്ന ആവശ്യം ലീഗ് നേതൃത്വം യോഗത്തിൽ ഉന്നയിച്ചു. എന്നാൽ നിലവിലെ നില തുടരണമെന്നായിരുന്നു കോൺഗ്രസ് നിലപാട്. 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ കോൺഗ്രസിനും 2 മുസ്ലിം ലീഗിനും എന്നതാണ് 2020-ലെ തീരുമാനം. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ നേട്ടം ചൂണ്ടിക്കാട്ടി ഒരു അധ്യക്ഷ പദവി കൂടുതൽ വേണമെന്ന ആവശ്യത്തിൽ ലീഗ് നേതൃത്വം ഉറച്ചുനിന്നതോടെ തീരുമാനമാകാതെ യോഗം പിരിഞ്ഞു. മേയർ പദവിയുടെ കാലപരിധി നിശ്ചയിക്കുന്ന കാര്യത്തിലും യോഗത്തിൽ തീരുമാനമായില്ല. ഇതിലും നിലവിലെ 3-2 എന്ന ധാരണ തുടരണമെന്നാണ് കോൺഗ്രസ് വാദം. എന്നാൽ 2.5 വർഷമായി വീതം വയ്ക്കണമെന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉടക്കി നിന്ന മുന്നണി യോഗം ഇനി എപ്പോൾ ചേരണമെന്നതും തീരുമാനമായിട്ടില്ല. മീഡിയ 1 കണ്ണൂർ. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. ബിജീഷ്, ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി പദവികളുമൊക്കെയായി ബന്ധപ്പെട്ട് എല്ലായിടത്തും വലിയ തർക്കമൊക്കെ തുടരുമ്പോൾ കണ്ണൂരിൽ വലിയ തർക്കങ്ങളൊന്നും ഇല്ലാതെ പ്രശ്നപരിഹാരത്തിലേക്ക് എത്തി എന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവിടെയും കാര്യങ്ങൾ ഭദ്രമല്ല. ഇനിയും മറ്റു മാറ്റങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. ലീഗും കോൺഗ്രസും തമ്മിൽ കൃത്യമായൊരു ധാരണയിൽ എത്തിയിട്ടില്ല എന്നുകൂടി പറയുന്നു. എന്തൊക്കെയാണ് നിലവിൽ കോർപ്പറേഷനിലെ പ്രശ്നങ്ങൾ? ജിൽസി, 56 അംഗ കൗൺസിലിൽ 36 അംഗങ്ങളുടെ പിന്തുണയിലാണ് ഇപ്പോൾ UDF ഭരണം പിടിച്ചിരിക്കുന്നത്. മേയറും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയറും ഒക്കെ സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ നിലവിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് കരുതിയാൽ ഇക്കാര്യത്തിനകത്ത്, അതായത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അതുപോലെ തന്നെ മേയർ പദവി, ഈ 2 വിഷയങ്ങളിലാണ് ഇപ്പോൾ ഒരു തടസ്സം നിൽക്കുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി മൊത്തം 7 എണ്ണമാണുള്ളത്. ഇതിൽ 4 എണ്ണം കോൺഗ്രസിന് കൊടുക്കാം, അതുപോലെ തന്നെ 3 എണ്ണം തങ്ങൾക്ക് വേണമെന്നുള്ളൊരു നിലപാടാണ് ഇന്നലെ ചേർന്ന UDF യോഗത്തിനകത്ത് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചൊരാശയം. പക്ഷേ അതിനകത്ത് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് ഒരു തരത്തിലും 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ മുസ്ലിം ലീഗിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല. നേരത്തെ ഉണ്ടായിരുന്ന, അതായത് 2020-ലുണ്ടായിരുന്ന 5-2 എന്നുള്ള ഫോർമുല തന്നെ ഇത്തവണയും വേണമെന്നുള്ളൊരു ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. ഇതോടുകൂടി ഇന്നലെ ചേർന്ന UDF യോഗത്തിനകത്ത് മറ്റ് കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് മേയർ പദവി സംബന്ധിച്ചിട്ടാണ്. മേയർ പദവി കഴിഞ്ഞ 2020-ൽ 3 വർഷം കോൺഗ്രസും അതുപോലെ തന്നെ 2 വർഷം ലീഗും എന്നുള്ളതായിരുന്നു 2020-ലെ ഒരു സ്റ്റാറ്റസ് ഉണ്ടായിരുന്നത്. അതേ സാഹചര്യം തന്നെ ഇത്തവണയും തുടരണമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. പക്ഷേ മുസ്ലിം ലീഗ് പറയുന്നത് 2.5 വർഷമായിട്ട് അത് ഒരു അത്തരത്തിലുള്ളൊരു മാറ്റത്തിലേക്ക് കാര്യങ്ങൾ വരണം എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത്. കാരണം കഴിഞ്ഞ തവണ തന്നെ 3 വർഷം എന്നുള്ളത് പറഞ്ഞിട്ട് അവസാനം 3 വർഷത്തിലേറെയായി കോൺഗ്രസ് മേയർ സ്ഥാനമൊഴിയുന്നതിന് സമയമെടുത്തു. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 1.5-1.25 വർഷം മാത്രമാണ് മുസ്ലിം ലീഗിന് കിട്ടിയത്. ഇത്തവണ അതിലൊരു മാറ്റം വരണം. 2 പേർക്കും തുല്യ രീതിയിൽ തന്നെ മേയർ പദവിയും വെച്ചു മാറണമെന്നുള്ള ഒരു ആവശ്യം, അത്തരത്തിലുള്ളൊരു ഡിമാൻഡാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇതിലൊന്നും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇന്നലെ ചേർന്ന UDF യോഗത്തിനകത്ത് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ വീതം വെപ്പ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഒരു ധാരണയിലെത്താതെയാണ് പിരിഞ്ഞത്. അതുമാത്രമല്ല, ഇനി എപ്പോൾ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി UDF യോഗം ചേരണമെന്നുള്ള കാര്യത്തിനകത്തും ഇന്നലെ ചേർന്ന UDF യോഗത്തിനകത്ത് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഏതായാലും മറ്റു തരത്തിലുള്ള വലിയ തർക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന പോലെ മേയർ അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ കാര്യങ്ങളിലൊന്നും തർക്കം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും അതുപോലെ തന്നെ മേയർ പദവികളിലുള്ള എത്ര വർഷങ്ങളിൽ ഇത് വെച്ചു മാറണമെന്നുള്ള കാര്യത്തിനകത്താണ് ഇപ്പോഴൊരു തർക്കം നിലനിൽക്കുന്നത്. വലിയ താമസമില്ലാതെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്, അതിന്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇരു പാർട്ടികൾക്കുമിടയിൽ വലിയ തർക്കങ്ങളില്ലാതെ അല്ലെങ്കിൽ വലിയ കാലതാമസമില്ലാതെ ഇതിനകത്തൊരു പരിഹാരം ഉണ്ടാക്കുമെന്നുള്ളതാണ് ഇരു പാർട്ടികളുടെയും ജില്ലാ നേതാക്കന്മാർ നമ്മളെടുത്ത് പറയുന്നത്.